ഹായ് ഗൈസ്, ഇത് നമ്മൾ റീസെൻ്റ്ലി എടുത്തുള്ള ഒരു ട്രേഡാണ്. ന്യൂയോർക്ക് സെക്ഷനിൽ എടുത്ത ട്രേഡാണ്. ഓക്കെ, നമ്മൾ ടാർഗറ്റും കാര്യങ്ങളും അതേപോലെ ലോജിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏഷ്യയുടെ ഹൈസ് ആണ്. ഇന്ന് ലണ്ടൻ വളരെ ചോപ്പിയായിരുന്നു, നല്ല രീതിയിൽ ചോപ്പിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹയർ ലെവലിലേക്കൊരു റണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് അതിന് ശേഷം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും 8:30 ശേഷം അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. നമുക്കൊരു മാനിപ്പുലേഷൻ ശേഷം ഡൗൺ സൈഡിലേക്കാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഡെയിലി ബയേഴ്സ് ബുള്ളിഷാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ചെയ്യുന്ന എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ഇവിടുന്ന് റിട്രേസ് ചെയ്ത സമയത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ റിയാക്ഷൻ ബേസ് ചെയ്ത് ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ ഹൈ ലെവൽസിലേക്കാണ് ടാർഗറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് മാറാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ലെവൽസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴെയുള്ള ലെവൽസിലേക്കും അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പം പ്രൈസ് ഇവിടെ നല്ല രീതിയിലൊരു പുഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വീക്ക് ഉണ്ട്. ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യാം ഈ ഒരു ലൈന്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ക്രിയേറ്റ് ചെയ്തൊരു വീക്ക് ഉണ്ട്. ആ ഒരു വീക്കിൻ്റെ അവിടെയാണ് ചെറുതായിട്ടൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും കാര്യങ്ങളും എടുക്കുന്നത്. പക്ഷേ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഇവിടെ നമുക്കൊരു പ്ലസ് ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു പ്ലസ് ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽസ് ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇമ്പൾസീവായി അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. പ്രൈസ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹയർ ലെവലിലേക്കുള്ള റണ്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് റണ്ണ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ആ ഒരു ഫർദർ ടാർഗറ്റും കൂടി കിട്ടുമോ. നമുക്ക് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഈ ഒരു ഏഷ്യയുടെ ഹൈസ് നമുക്ക് ടേക്കൻ ഔട്ട് ചെയ്യുന്ന കാണേണ്ടതാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രൈസ് നല്ല പുഷിംഗ് ആണ്. നമ്മൾ ട്രേഡ് എടുത്ത് ഓൾമോസ്റ്റ് ഒരു 1 2 3 4 5 25 മിനിറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉള്ളത് ഈ ഒരു ഹൈ ടേക്കൻ ഔട്ട് ചെയ്യുന്നതാണ്. നോക്കാം, പെട്ടെന്ന് ഈ ഒരു ടേക്കൻ ഔട്ടിന് ശേഷം ഒരു ചെറിയ റിവേഴ്സൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ടാർഗറ്റും കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുന്നതാണ്. ഓക്കെ, ഞാൻ ടാർഗറ്റും കാര്യങ്ങൾ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇൻ കേസ് റിവേഴ്സ് ആയാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യാനുള്ള എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിന് ശേഷം, അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസിന് പ്രൈസ് റിവേഴ്സ് വരുത്താണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാനുള്ള പ്ലാനാണുള്ളത്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അൺസർട്ടിറ്റി വന്നു കഴിഞ്ഞാൽ സഡനായിട്ടൊരു ഫാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോസിന് സഹിക്കണം. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലെത്തി. എൻ്റെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ലെവലാണ്. ഇൻ കേസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിവേഴ്സൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ടാർഗറ്റിൻ്റെ ലെവലും കാര്യങ്ങളും കിട്ടുമോ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ലെവൽസിൽ വരുന്നൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം, നമുക്ക് വരുന്നൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ്. നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ലോസ് ആവും എന്നുള്ളൊരു പേടി. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഇവിടെ കിടന്ന് കുറച്ച് സമയമായിട്ട് കളിക്കുന്നത്, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റൈറ്റ് സൈഡിൽ ടൈം ഓർഡർ റണ്ണിങ് ആണ് 1.33 1.5 മിനിറ്റും കൂടി നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 മിനിറ്റ് ഇവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്തു. 1 മിനിറ്റിൽ നോക്കലാണെന്ന് ഇപ്പോൾ റിവേഴ്സലിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ലോസ് ആവുമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഫുള്ളായിട്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ മുന്നോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഫിറ്റബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കറക്റ്റായിട്ടുള്ള പ്ലാന് പോലെ തന്നെ ഞാനിപ്പം ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർസൽസ് ഇവിടുന്ന് ബുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പാർസൽസ് ബുക്ക് ചെയ്യുന്നില്ല. എനിക്കൊരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ ഒരു ബൈ സൈഡ് എന്തായാലും എടുക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഏരിയയിലുള്ള തോട്ടാണ് പറഞ്ഞത്. നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ലോസ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് മാറേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ലെവൽസും കൂടെ ഒരു ഓൾമോസ്റ്റ് ഒരു നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു 4 or 3 പിപ്പ് സംതിങ് ആയിട്ട് റണ്ണേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഓക്കെ ഓൾമോസ്റ്റ് 6 പിപ്പ് സംതിങ് റൺ ഉണ്ട് ആ ഒരു ഏരിയയിലേക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആ ഒരു പ്ലാനും കാര്യങ്ങളും അതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്ത് മാറാതിരിക്കുക. ഓക്കെ, ഷോർട്ട് ടൈം ആയിട്ട് പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷേ ലോങ് റണ്ണിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ടേക്ക് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കിനടുത്ത് ഒരു മൂവ് വന്ന സമയത്ത് തന്നെ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡിങ്ങിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഈ ഒരു ലിക്വിഡിറ്റി എയിം ചെയ്തുകൊണ്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ബയാസും കാര്യങ്ങളെല്ലാം ബുള്ളിഷ് ആയിരുന്നു ഈ ഒരു ദിവസം. ബയാസ് ജസ്റ്റ് ഞാൻ ഡെയിലി ടൈം ഫ്രെയിം പോയിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും.
അതേപോലെ തന്നെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അനാലിസും കാര്യങ്ങളെല്ലാം പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം ഇൻവേഴ്സ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 1 അവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി എല്ലാം സിപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫർദറായിട്ട് ഈ ഒരു ബൈ സൈഡ് എടുത്തതിന് ശേഷം ഇപ്പം ചെറിയൊരു റിട്രേസ്മെൻറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കെല്ലാം കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇത് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് റണ്ണ് കിട്ടിയിട്ട് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടേതായിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് കാര്യങ്ങളെല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്, നമ്മുടെ ടാർഗറ്റിങ് കാര്യങ്ങളെല്ലാം അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ. ഇതേപോലെ ട്രേഡിംഗ് കണ്ടൻസിനായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ.